പ്രേക്ഷകർ, നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് ഒരു സംഘർഷ സാഹചര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കുറച്ചൊന്ന് സമാധാനിക്കാം എന്ന് പറയാവുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ഗാസയിൽ ചരിത്രപരമായ സമാധാന കരാറിലെത്തിയെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഗാസയിൽ ഹമാസ് ഉൾപ്പെടെയുള്ള സായുധ സംഘങ്ങളെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് പീസ് കരാറിൽ എത്തിയിട്ടുണ്ട്. ഗാസയിൽ പുതിയ പലസ്തീൻ ഭരണകൂടം സ്ഥാപിക്കുന്നതിനും ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി ഗാസയിൽ നിന്നും പിന്മാറാനും വഴിയൊരുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ആനന്ദ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ആനന്ദ്, ട്രംപ് 20 പോയിന്റ്സ് അത് നടപ്പാക്കി തുടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഖത്തറും ഈജിപ്തും തുർക്കിയും ഒക്കെ മധ്യസ്ഥത വഹിച്ച ഒരു വലിയ പരിപാടിയായിരുന്നു. അപ്പം എന്താണ് ഇപ്പം ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞത്? ഇതിലിപ്പോൾ ട്രംപ് സമാധാനം പുനഃസ്ഥാപിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ പറയുന്നത് ട്രംപാണ് എന്നൊരു കാര്യം അപ്പുറത്തെ സൈഡിലുണ്ട്. സേതു, തീർച്ചയായും ആ പ്രശ്നം അവിടെ ഉണ്ട്. എങ്കിലും ഇപ്പോൾ അറിയാമല്ലോ, മൊത്തം പ്രശ്നബാധിതമാണ് ലോകത്തിൻ്റെ പലയിടങ്ങളിലും. ഇപ്പോൾ യുക്രൈൻ റഷ്യ പ്രശ്നവും മറ്റ് പല ഇടങ്ങളിലും ഇപ്പോൾ ഇറാനിലെ പ്രശ്നമൊക്കെ നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരു സമാധാനം പുലരാൻ പോകുന്നുവെന്ന സൂചനകൾ ലഭിക്കുന്നു. അത് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമായതുകൊണ്ടല്ല അത് ശുഭസൂചകമാകുന്നത്. ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് കൂടി ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ പീസ് ഓഫ് ബോർഡിനോട് യോജിക്കാൻ തയ്യാറാണ്. നിരായുധീകരണത്തിന് ട്രംപ് മുന്നോട്ട് വെച്ച 20 ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് യോജിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇസ്രായേൽ ഇവിടെ നിന്ന് പിന്മാറി തന്നാൽ മതി എന്ന് ഹമാസ് പറയുന്നതാണ് ഇതിലേറ്റവും നമുക്ക് സമാധാനപരമായ ഒരു സൂചനയായി കാണുന്നത്. ഇതിന് പിന്നാലെയാണ് ട്രംപ് കുറച്ചുകൂടി ആർജവത്തോടുകൂടി തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ താൻ മുന്നോട്ട് വെച്ച പീസ് ഓഫ് ബോർഡ് യാഥാർത്ഥ്യമാകുന്നു, ഈ കരാർ ചരിത്രപരമായി മാറുന്നു എന്ന രീതിയിലുള്ള അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും വരാൻ പോകുന്ന ഈ കരാർ പ്രകാരം വരാൻ പോകുന്ന ഗസയുടെ പ്രത്യേക ഭരണ സമിതിക്ക് കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗസ എന്ന കമ്മിറ്റിക്ക് തങ്ങളുടെ കയ്യിലുള്ള വലുതും ചെറുതുമായ ആയുധങ്ങൾ സറണ്ടർ ചെയ്യാൻ ഹമാസ് തയ്യാറാണെന്ന് പറയുന്നു. അതൊരിക്കലും ഇസ്രായേലിന് അവർ നൽകില്ല എന്നും പറയുന്നു. പക്ഷേ ഈ വിഷയത്തിലൊന്നും ഇസ്രായേൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ളതാണ്. ഏതായാലും ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ട്രംപ് ഒരു 6 മാസത്തിനിടയിൽ മുന്നോട്ട് വെച്ചതാണ് ഈ പീസ് ഓഫ് ബോർഡ്. പ്രധാനമായും ഗസയെ നിരായുധീകരിക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക എന്ന് തന്നെയായിരുന്നു ഇതിലൂടെ ട്രംപ് മുന്നോട്ട് വെച്ച ലക്ഷ്യം. പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് അവിടെ ഒരു മേധാവിത്വം വേണം താനും. അവിടെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇസ്രായേൽ ഈ അമേരിക്ക പറയുന്നത് പോലെ ഘട്ടം ഘട്ടമായി ഈ പീസ് ഓഫ് ബോർഡ് നിലവിൽ വരുന്നതുകൂടി ഇസ്രായേൽ പിന്മാറുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇസ്രായേൽ ഇനി വേറെന്തെങ്കിലും പറഞ്ഞ് രംഗത്ത് വരുമോ എങ്കിൽ കാര്യങ്ങളൊക്കെ വീണ്ടും വഷളാകും. ഏതായാലും നിലവിൽ സമാധാന സൂചന നമുക്ക് നൽകുന്നത് ഹമാസ് ഈ നിരായുധീകരണത്തിന് പൂർണ്ണ സമ്മതം അറിയിച്ചിരിക്കുന്നു. ട്രംപ് മുന്നോട്ട് വെച്ച പീസ് ഓഫ് ബോർഡിലെ കരാറിന് അംഗീകാരം നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് പറയുന്നു. ട്രംപ് അത് അഭിമാനത്തോടു കൂടി ട്രൂത്ത് സോഷ്യലിൽ പറയുന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും ശുഭസൂചകമായ വാർത്ത. ഓക്കെ ആനന്ദേ, അങ്ങനെ തന്നെ ഭവിക്കട്ടെ. എല്ലായിടത്തും സമാധാനം വരട്ടെ അല്ലേ? അത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.